ഈ ഒരു റിസോർട്ടിലെ തന്നെ മെയിൻ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ വേറെ 2 കോട്ടേജുകളുടെയും കൂടെ റിവ്യൂസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഐ ബട്ടൺ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ട ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും മനസ്സിലാവും. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഒരു 2 ബെഡ്റൂം കോട്ടേജിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂമിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം നമ്മൾ കയറി വരുന്ന ഈ ഒരു എൻട്രൻസിൽ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ വന്ന് കയറി നിന്ന് കഴിഞ്ഞ് നേരെ മുന്നിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഗംഭീരമായ വ്യൂ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഈവനിങ് സമയത്ത് ഫോഗും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വേറെ ലെവൽ ആംബിയൻസ് ആയിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാണാസുരയുടെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. അത്തരത്തിലൊരു വ്യൂ കിട്ടുന്ന ഒരു കോട്ടേജാണ് ഇവിടെ ഉള്ളത്. അത് 2 റൂംസാണ് വരുന്നത്. 2 റൂമും ഇൻഡിവിജ്വൽ ആണ്, ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസ്. പിന്നെ നമുക്ക് റൂമിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഈ ഒരു കോട്ടേജിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വരാന്തയിൽ 3 ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈവനിങ് ടൈമോ അല്ലെങ്കിൽ മോർണിംഗ് ടൈമൊക്കെ ഇവിടെ വന്നിരുന്ന് ഇവിടുത്തെ കംപ്ലീറ്റ് നാച്ചുറൽ നിങ്ങൾക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് റൂമിലേക്ക് കയറാം. നമ്മൾ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ആവശ്യത്തിനുള്ളൊരു സ്പേസ് ഉള്ള റൂമാണ്. ഫാമിലി ആണെങ്കിലും ശരി, കപ്പിൾസ് ആണെങ്കിലും ശരി, ചെറിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിലും ശരി, ഏകദേശം ഒരു എക്സ്ട്രാ ബെഡ് വരെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഈ ഒരു റൂമിൽ കാണാൻ പറ്റും. പിന്നെ ഈ റൂമിൽ എന്തൊക്കെയാണ് അമ്യൂണിറ്റീസ് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ചെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെഡിൽ നിന്ന് തന്നെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൗണ്ടൻ വ്യൂ റൂമിൽ നിന്ന് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്ക് ആ ബാണാസുരയുടെ ഭാഗത്തുള്ള ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് റൂമിൽ മറ്റ് അമ്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് കണ്ടുപോകാം. TV കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബെഡിന് നേരെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് അവർ TV കൊടുത്തിട്ടുള്ളത്. പിന്നെ ബെഡിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഫർണിച്ചറും അതേപോലെ തന്നെ ഫ്ലോറൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്ത് വളരെ ഡസ്റ്റ് ഫ്രീ ആയിട്ടും ക്ലീൻ ആയിട്ടും അവർ വെച്ചിട്ടുണ്ട്. പിന്നെ റൂമിൽ ഫാനും അതിന് പുറമെ അവർ AC കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AC റൂമാണ് കേട്ടോ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ബെഡിൻ്റെ 2 വശങ്ങളിലായി നിങ്ങൾക്ക് ചാർജിങ് പോയിൻ്റും ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ബെഡിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ അതിനടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ ഒരു മിനി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടീ സപ്ലൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂമിൽ വേസ്റ്റ് ബിന്നും പിന്നെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ വരുന്നുണ്ട്. അതും കൂടെ കാണിച്ചു തരാം. ബാത്റൂമിൻ്റെ സൈഡിൽ തന്നെ ഒരു മിററൊക്കെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ബാത്റൂമിൻ്റെ ഫെസിലിറ്റീസ് നോക്കാം. ബാത്റൂമിന് ആവശ്യത്തിനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വാഷ് ബേസും മിററും ഒക്കെ ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഈ ബാത്റൂം വളരെ നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂമും തൊട്ടടുത്തിരിക്കുന്ന റൂമും ഒരേ സ്ട്രക്ചർ തന്നെയാണ്, ഒരേ കാഴ്ചകൾ തന്നെയാണ് 2 റൂമിൽ നിന്നും നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 2 ബെഡ്റൂം കോട്ടേജിലെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തെങ്കിൽ വീഡിയോ നമ്മുടെ റിവാച്ച് ചെയ്യാം. ഇനി ഇവിടെയാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ എത്ര അഡൾട്ട് ഉണ്ടെന്നും കുട്ടികളുണ്ടെന്നും കൃത്യമായിട്ട് വാട്സപ്പിൽ കൊടുത്ത ശേഷം ഏത് ഡേറ്റിനാണ് ബുക്ക് ചെയ്യുന്നതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യുക അയച്ചു തരിക. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല ബഡ്ജറ്റിൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു തരും. ഇനി നമുക്ക് അടുത്തൊരു കോട്ടേജും കൂടെ ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം.